പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1 നാം കാണുന്നു. പീഡാനുഭവത്തിനു ശേഷം 40 ദിവസത്തേക്ക് യേശു അവരുടെ ഇടയിൽ പ്രത്യക്ഷനായി ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു. അങ്ങനെ അവൻ അവർക്ക് വേണ്ടത്ര തെളിവുകൾ നൽകിക്കൊണ്ട് ജീവിക്കുന്നവനായി പ്രത്യക്ഷപ്പെട്ടു. അവൻ അവരോടൊപ്പം ഭക്ഷണത്തിനിരിക്കുമ്പോൾ കൽപ്പിച്ചു, നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്. എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിൻ്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ. എന്തെന്നാൽ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം നൽകി, നിങ്ങളാകട്ടെ ഏറെ താമസിയാതെ പരിശുദ്ധാത്മാവിനാൽ സ്നാനമേൽക്കും. ഈശോയിൽ പ്രിയരെ, യേശുവിൻ്റെ ഹിതപ്രകാരം പരിശുദ്ധ അമ്മയോട് ഏക മനസ്സായി ചേർന്നിരുന്ന ആ കൂട്ടായ്മയിലേക്കാണ് സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവായ ദൈവം അഗ്നിനാവുകളുടെ രൂപത്തിൽ ഇറങ്ങി വന്നതും ഈശോ പറഞ്ഞിരുന്നതുപോലെ ആത്മാവിനാൽ അവർ സ്നാനമേറ്റതും. ദൈവാഗ്നിയാൽ സ്ഫുടം ചെയ്യപ്പെട്ട അവർ ദൈവിക ചൈതന്യത്താൽ നിറഞ്ഞ് നമ്മുടെ കർത്താവിൻ്റെ തീപ്പൊരികളായി മാറി കത്തിപ്പടർന്നതും. ജ്ഞാനത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. അവിടുത്തെ സന്ദർശനത്തിൽ അവർ പ്രശോഭിക്കും. വൈക്കോലിൽ തീപ്പൊരി എന്ന പോലെ അവർ കത്തിപ്പടരും. അവർ ജനതകളെ ഭരിക്കും, രാജ്യങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കും. കർത്താവ് അവരെ എന്നേക്കും ഭരിക്കും. നീ യേശുവിൽ വിശ്വസിക്കുന്ന, യേശുവിനെ കർത്താവും ദൈവവുമായി അംഗീകരിക്കുന്ന വ്യക്തിയാണോ എന്നതിൻ്റെ തെളിവ് ദൈവവചനത്തിലൂടെ നാം കാണുന്ന ക്രിസ്തുനാഥൻ്റെ ഹിതം തിരിച്ചറിഞ്ഞ് അവിടുന്ന് നമുക്ക് നൽകിയ ദൈവമാതാവിനോട് ചേർന്നിരുന്നാൽ സ്വർഗീയ അഗ്നി നിന്നിൽ വന്ന് നിറയും. നീ പ്രശോഭിക്കും. വൈക്കോലിൽ തീപ്പൊരി എന്ന പോലെ കത്തിപ്പടരും. നമ്മുടെ കർത്താവിൻ്റെ ജ്വലിക്കുന്ന പന്തമായി അപ്പസ്തോലരെ പോലെ പ്രശോഭിക്കും. ലോകത്തിന് ദിശാബോധം നൽകുന്ന ലൈറ്റ് ഹൗസുകളായി നാം ഓരോരുത്തരും മാറും. അങ്ങനെ രൂപാന്തരപ്പെടുന്ന നിമിഷങ്ങളിലാണ് നാം ഓരോരുത്തരും ക്രൈസ്തവനായി തീരുക. ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത വചനത്തിലൂടെ നാം കാണുന്നു. ജ്ഞാനത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, തിന്മയുടെ വശീകരണ ശക്തിയിൽ നന്മയ്ക്കും മങ്ങലേൽക്കുന്നു. ഭ്രമിപ്പിക്കുന്ന മോഹങ്ങൾ നിഷ്കളങ്ക ഹൃദയത്തെ വഴിതെറ്റിക്കുന്നു. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 4-ാം അധ്യായത്തിൽ നാം വായിക്കുകയാണ്. അന്നത്തെ അധികാരികളുടെ മുമ്പിൽ പത്രോസ് അപ്പസ്തോലൻ ധൈര്യസമേതം യേശുവിനെ പ്രസംഗിക്കുന്നു. വീട്ടുപണിക്കാരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ആ കല്ലാണ് യേശു. മറ്റാരിലും രക്ഷയില്ല. ആകാശത്തിനു കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്കു വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ഇതു നീ വിശ്വസിക്കുന്നോ? മറ്റുള്ളവരോട് ആ നിത്യസത്യം വിളിച്ചു പറയുവാനുള്ള ആത്മധൈര്യം നിനക്കുണ്ടോ? ആരും രക്ഷകനെ അറിയാതെ പോകരുത് എന്നുള്ള സുവിശേഷ ബോധ്യം, ആർജവത്വം നിനക്കുണ്ടോ? അപ്പസ്തോല പ്രവർത്തനങ്ങൾ 4-ൽ തന്നെ നാം കാണുന്നു. വിശ്വാസികൾ ധൈര്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. മാനുഷികമായി അതിജീവിക്കുവാൻ യാതൊരു കാരണവശാലും സാധിക്കാത്ത ക്രൂരമായ പീഡനങ്ങളുടെ മധ്യേ ആ ക്രൈസ്തവ സമൂഹം, നമ്മുടെ പൂർവികർ ധൈര്യത്തിനായി കർത്താവായ യേശുവിനോട്, പിതാവായ ദൈവത്തോട്, പരിശുദ്ധാത്മാവായ ദൈവത്തോട് നിലവിളിച്ചു പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അവരുടെ ഭീഷണികളെ അവിടുന്ന് ശ്രദ്ധിക്കണമേ. അവിടുത്തെ പരിശുദ്ധ ദാസനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുവാനായി അവിടുത്തെ കൈകൾ നീട്ടണമേ. അവിടുത്തെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കുവാൻ ഈ ദാസരെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി ദൈവവചനം ധൈര്യപൂർവം പ്രസംഗിച്ചു. ഏകരക്ഷകനും കർത്താവും ദൈവവുമായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ദൈവജനമേ, നമുക്കും ആ ആദിമ ക്രൈസ്തവരെ പോലെ നിലവിളിച്ചു പ്രാർത്ഥിക്കാം സമയം അതിക്രമിക്കുന്നതിന് മുമ്പ്.
ക്രിസ്തുനാഥൻ്റെ മനമറിയുന്ന ക്രിസ്ത്യാനികളായി, വിശ്വാസികളായി അവിടുത്തെ ഭൗതിക ശരീരത്തിലെ തീപ്പൊരികളായി മാറാം. അതിന് യേശുവിലേക്ക് നയിക്കുന്ന സമുദ്രധാരമായ അവിടുത്തെ അമ്മയായ പരിശുദ്ധ ദൈവമാതാവിനോട് ചേർന്നിരിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.